ചില സമയത്ത് നമ്മുടെ ഇൻറ്റ്യൂഷൻസ് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ റാൻഡായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പെർഫോമൻസിന് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ചിലപ്പോ വാനിഷ് ആയി പോയാൽ കൊച്ചു കരയരുതേ. ഹായ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് ഒരു പാക്ക് ഓഫ് കാർഡ്സ് ആണ്. എല്ലാം ചെയ്യേണ്ടത് ഈ പാക്ക് കാർഡ് മൊത്തം കയ്യിൽ വയ്ക്കാം. എനിക്കൊന്ന് ഷഫിൾ ചെയ്യാം, നല്ലപോലെ ഷഫിൾ ചെയ്യാം. 1 വെച്ചാ 3, 3 വെച്ചാ 4. എല്ലാം ചെയ്യേണ്ടത് ഇതിനൊരു 2 പാക്കറ്റ് ആയിട്ട് ഈ ടേബിളിൽ വയ്ക്കാം. ഓ, ഇതൊക്കെ ചെയ്ത എന്റെ വീട്ടുകാരനെ തെറ്റിദ്ധരിക്കും കേട്ടോ. ഇതിൽ ഏത് പാക്ക് വേണമെന്ന് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ആ പാക്ക് കൊണ്ട് മുന്നോട്ട് പോകും. ഏത് പാക്ക് വേണം? ഇതെടുക്കാം. ഓക്കെ, സോ ഞാൻ ഈ പാക്കറ്റ് ഷഫിൾ ചെയ്യാം. ഷഫിൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പീക്ക് ചെയ്യുക. അതിന് ഇടയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കുക. എന്നോട് ജസ്റ്റ് ചേർത്ത് വെക്കുക. എടുത്തിട്ട് ഏതെങ്കിലും എടുത്താൽ മതിയോ? എവിടെ നിന്നെങ്കിലും ഒരു കാർഡ് എടുക്കുക. ഞാനത് നോക്കുന്നില്ല. ആ സമയത്ത് എവിടെ നിന്നെങ്കിലും ഒരു കാർഡ് എടുക്കുക, ജസ്റ്റിനോട് ചേർത്ത് വെക്കുക. ബാക്കി പാക്ക് അതുപോലെ തിരിച്ചവിടെ വെക്കുക. ഓക്കെ, അതിൽ കാർഡ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അതിലെ കാർഡ് ചെസ്റ്റിൽ വെച്ചേക്കുവാണേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ആ കാർഡ് ഒന്ന് പീക്ക് ചെയ്യാം. ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു. ഏത് കാർഡ്? കയ്യിലുള്ള കാർഡ്. അതെ, നോക്കട്ടെ. അതെ നോക്കാം. ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഡൺ. ഇല്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, കണ്ടല്ലോ അല്ലേ? ഫൈനല്ലേ? ഓക്കെ, ഇനി എല്ലാം ചെയ്യേണ്ടത് ഇതിൽ ഇഷ്ടമുള്ള ഒരു പാക്കിൽ ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് കാർഡ് മൊത്തം ഒന്നിച്ചാക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്യാം. ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എനിക്കത് കണ്ടുപിടിക്കാൻ? എനിക്ക് കാറിലോട്ട് എത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നോട് മൈൻഡ് റീഡ് ചെയ്യാൻ അല്ലാതെ? സമ്മതിക്കില്ല ഞാൻ. ഈ കാർഡ് തപ്പാൻ എന്നെ മനസ്സിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ഹാപ്പി അല്ലേ? സംതൃപ്തി. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ കാർഡ്സ് 1 by 1 ആയിട്ട് കാണിക്കാം. മനസ്സിൽ മാത്രം ഒന്ന് സ്ക്രീം ചെയ്യാം. ഇസ് ദിസ് യുവർ കാർഡ് എന്ന് ചോദിക്കുമ്പോൾ യെസ് ആണെങ്കിൽ യെസ് എന്ന് സ്ക്രീം ചെയ്യാം മനസ്സിൽ. വേറെ ഒരു എക്സ്പ്രഷനും കാണിക്കണ്ട. നോ നോ. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമ്മൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഐ വിൽ ഗോ വിത്ത് സംതിങ് ഡിഫറെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആ കാർഡ് ഏതാണെന്നൊന്ന് പറയാവോ? നമ്പറാണോ? എല്ലാം കാർഡ് എല്ലാം 9 hearts. 9 of hearts. ഞാൻ ഒരു കാർഡ് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കാവോ? Any guess? Actually ഈ ഒരു പാക്കിലെല്ലാം 9 of hearts ആണ്. All are different. ഞാനത് കൊറേ ഷഫിൾ ചെയ്തു. നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ ഇതിൽ വെക്കാൻ പോകുന്ന പോലെ അഭിനയിച്ചിട്ട് അപ്പുറത്തേക്ക് ഭയങ്കര ഓവറാക്ടിങ് പോയോ? പുള്ളി കാണുന്നില്ലായിരുന്നു, അതായിരുന്നു. ഓക്കെ, സോ പിന്നെ നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനകത്തോട്ട് പോയാലോ? പൊക്കോ അവരെയും കൂടി ഞെട്ടിക്കണം. ഇതിനൊരു നല്ല കൈയടി. പൊളിച്ച് ഗംഭീരായിരുന്നു. ഓക്കെ, അവരിങ്ങോട്ടേക്ക് വരണോ? അതോ ഞാൻ അങ്ങോട്ട് പോവാം. പ്ലീസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇൻറ്റ്യൂഷനെ പറ്റി സംസാരിച്ചു. ഇനി ആൾക്കാർ തമ്മിലുള്ള കണക്ഷൻ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. നമുക്ക് അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പക്രു ചേട്ടാ, ഒന്ന് ഇമാജിൻ ചെയ്യാ എൻ്റെ കയ്യിൽ ഒരു ഇൻവിസിബിൾ ഡെക്ക് ഉണ്ട്. ഇതൊക്കെ കാണാമോ? കാണാം. എല്ലിനേക്ക് കാണാമോ? ഈ ഡെക്ക് ഇൻവിസിബിൾ ആയതുകൊണ്ട് അത് സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഉണ്ട്, എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, പക്ഷേ ചേട്ടാ ഇതൊന്ന് കയ്യിൽ വെക്കാവോ? ചേട്ടൻ ചെയ്യേണ്ടത് ഈ ഒരു കാർഡ് ഓപ്പൺ ചെയ്താൽ പാക്കിൽ നിന്ന് കാർഡ് മൊത്തം പുറത്തെടുക്കാവോ? പുറത്തെടുക്കുക. ഇതൊന്ന് മൊത്തം സ്പ്രെഡ് ചെയ്യുക. ചേട്ടന് കാർഡ് മൊത്തം കാണാം. അതിന് ഇഷ്ടമുള്ള ഒരു കാർഡ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ജസ്റ്റ് തന്നെ തിരിക്കുക. ജസ്റ്റ് ഡൗൺ ആക്കുക. ആ പാക്കിൽ തന്നെ തിരിച്ചു വയ്ക്കുക. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഞാൻ ആ പാക്കിലോട്ട് തിരിച്ചു വയ്ക്കാവോ? തിരിച്ചു വെച്ചു. ഓക്കെ, ഇനി അതെനിക്കൊന്ന് തരാമോ? സോ ഇപ്പം എൻ്റെ കയ്യിൽ ആ കാർഡുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലൊരു സ്പെസിഫിക് കാർഡ് ഉണ്ടായിരുന്നില്ലേ? ആ കാർഡ് ഏതായിരുന്നെന്ന് ഫോർ ദ ഫസ്റ്റ് ടൈം ഒന്ന് പറയാവോ? 9 heart. 9 of heart ആണ് മനസ്സിലുണ്ടായിരുന്നത്. ഓക്കെ, 9 of heart സെലക്ട് ചെയ്തതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? അന്നേരം മനസ്സിൽ തോന്നിയതങ്ങ് പറഞ്ഞു. ഓക്കെ, സോ ഈ ഒരു പാക്കറ്റിനകത്ത് കുറേ കാർഡ്സ് ഉണ്ട്. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർഡ് മാത്രം ഞാൻ ഫേസ് ഡൗൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ചേട്ടാ ഫോർ ദ ഫസ്റ്റ് ടൈം ആ കാർഡ് ഒന്ന് എടുക്കാവോ? എടുക്കാമല്ലോ.
ചേട്ടൻ മനസ്സിലുള്ള കാർഡ് ഏതായിരുന്നു? 9 hearts. ഞാൻ ഓഫ് ഹാർട്സ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവോ? പൊളിച്ചു അടിപൊളി. അത് സൂപ്പർ ആയിരുന്നു. അത് കലക്കിട്ട. അത് താങ്ക്സ് ചേട്ടാ. സൂപ്പർ ആയിരുന്നു. ഷോ സങ്കല്പത്തിൽ നിന്നെടുത്താണ്. 9 of hearts. പിന്നെ ഗംഭീരായി. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്നുമാണ് വിസിബിളി നമുക്കിപ്പോ കാണിച്ചു തന്നിരിക്കുന്നത്. അടിപൊളിയാണ്. അല്ല അതല്ല, അത് ഒരു കാർഡ് മാത്രം തിരിഞ്ഞിരിപ്പുള്ളൂ. എല്ലാം നേരെ ഇരിക്കുന്നത്. ഇനി അടുത്ത ആരെയും താങ്ക് യു. ദേവിചന്ദ്രനെ കൂടെ ഒന്ന് ഞെട്ടിച്ചേക്ക് വേണമെങ്കിൽ. ഓക്കെ ചേച്ചി, നമുക്കൊരു വേറൊരു എക്സ്പെരിമെന്റ് നോക്കിയാലോ? എൻ്റെ ഒരു പാക്ക് കാർഡ് ഉണ്ട്, ചേച്ചി അത് കയ്യിൽ വെച്ചോളൂ. ഓക്കെ, ഞാനിപ്പോ ചേച്ചിയോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് അതൊരു സൈക്കിക് വൈബ്രേഷൻ ആവാം, ചില ആൾക്കാർക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് ആവാം, അല്ലെങ്കിൽ ഹീറ്റ് ആവാം, കോൾഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേച്ചി ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ആ കാർഡിന്റെ സ്യൂട്ട് മേ ബി ക്ലബ്സ് ആവാം, അല്ലെങ്കിൽ സ്പേഡ്സ് ആവാം, ഹാർട്ട് ആവാം, അല്ലെങ്കിൽ ഡയമണ്ട് ആവാം. അപ്പോൾ അതിൻ്റെ ഒരു സ്യൂട്ട് മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലബ്സ് ആവാം, സ്പേഡ്സ് ആവാം, അല്ലെങ്കിൽ ഹാർട്ട് ആവാം, ഡയമണ്ട് ആവാം. ഇനി അതിനൊരു വാല്യൂ ഉണ്ടാവും. വാല്യൂ എന്ന് പറയുന്നത് ഏസ് ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, KQJ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ചേച്ചിയുടെ മനസ്സിലൊരു കാർഡുണ്ട്, കാർഡിൻ്റെ വാല്യൂ ഉണ്ട്. ബിബിൻ ചേട്ടന് 1 to 52 ഇടയ്ക്കൊരു നമ്പർ വെറുതെ ഒന്ന് ഗസ് ചെയ്യാവോ? പറയണം. 44. ഓക്കെ, ചേച്ചിയുടെ മനസ്സിലുള്ള കാർഡ് ഏതായിരുന്നു? ഹാർട്സ് 2 of hearts. ആ കാർഡ് ഒന്ന് തരാവോ? 44 അല്ലേ? എന്റെ വയസ്സാണോ പറഞ്ഞത്? ഓക്കെ, ഞാനൊന്ന് കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 and 44. ചേട്ടാ സെലക്ട് ചെയ്ത നമ്പർ 43 ആയിരുന്നെങ്കിൽ ഞാനും ഹാർട്ട് ആയാനെ. 45 ആയിരുന്നെങ്കിൽ 5 സ്പീഡ് ആയാനെ. എനിക്ക് സെലക്ടഡ് 44. അതെന്താണത്? ആ കാർഡ് ഓപ്പൺ ചെയ്യാവൂ? താങ്ക് യു. നിങ്ങളിത് കാണുക. മഹാത്ഭുതം. അത് സൂപ്പർ ആയിരുന്നു. അതും ഗംഭീര. സൂപ്പർ. എന്റെ പൊന്നെ, ഞങ്ങളെ എപ്പോഴും ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. ഇത്തവണ നമ്മുടെ മോളെ കൂടെ ഞെട്ടിച്ചു എന്ന് പ്രതീക്ഷിക്കും. ചിന്നൂസിന് ഇഷ്ടപ്പെട്ടോ പെർഫോമൻസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ കണ്ട നാളെ? നാളെ ഇഷ്ടപ്പെട്ടു. എത്ര ഇഷ്ടപ്പെട്ടു? ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ഞങ്ങൾ പല എപ്പിസോഡിലായിട്ട് ഇഷ്ടം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ ഒരു വലിയ മാജിക് കാണിക്കാൻ പോകട്ടോ. അതിനായിട്ട് ആ മജീഷ്യനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. മജീഷ്യൻ ദേവിചന്ദ്രൻ നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് പിടിക്കാം. ബാ ബാ ബാ. മജീഷ്യൻ ദേവിചന്ദ്രൻ മാജിക്കിൽ കൂടെ ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി സമ്മാനം നൽകുകയാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ പെർഫോമൻസ് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് ഒരു ഡെക്ക് കാർഡ് തരാമോ? ഓക്കെ, ഇച്ചിരി എടുത്തിട്ട് കുറച്ച് എടുക്കുന്നു. എനിക്ക് കുറച്ച് മാത്രം മതി. കുറച്ച് ഇച്ചിരി പിടിച്ചോ. ഓക്കെ, വളരെ റെഡിയാണോ? യെസ്. കണ്ണുപൂട്ടിക്കോ. ചേച്ചി ഒരു കാർഡ് തരുവേ. ആ കാർഡ് പിടിച്ചേ. ചേച്ചി അത് നോക്കിയിട്ടില്ല. എല്ലാരെയും കാണിച്ചു തന്നിട്ട് എല്ലാരും കാണിക്ക. ചേച്ചി ഒഴികെ ബാക്കി എല്ലാരെയും കാണിച്ചോ? എന്താന്നുള്ളത് നോക്കിയോ? മോള് നോക്കി വെച്ചോ? മോള് നോക്കി വെച്ചു. ഓക്കെ, ചേച്ചിയെ കാണിച്ചിട്ടില്ല, ചേച്ചി കണ്ടിട്ടുമില്ല. ഞാൻ പറയാൻ പോകാണ്. 1 കാർഡ് സൂക്ഷിച്ചോ, നോക്കിക്കോണേ. 2 3 എന്നുള്ളൊരു നമ്പർ ഉണ്ടോ അതില്? ഇല്ല. 3 ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു നമ്പർ എന്റെ മനസ്സിലേക്ക് വരുന്നു. 4 ഇല്ല. 6 ആണോ? മോള്
തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. മാജിക് പൊളിഞ്ഞു. കാരണം കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ നോക്കുമ്പോ ഇത് 6 ആണ്, മോളിൽ നോക്കുമ്പോ 9. നയനും ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടോ. കൂടെ നാണുണ്ടോ?